ഓപ്പൺ സ്റ്റേജിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ്. ശബ്ദ വിസ്മയങ്ങൾ. ഒരുപക്ഷെ വളരെ പ്രശസ്തരായ നായകന്മാരും നായികമാരും സ്ക്രീനിൽ നിന്ന് മിന്നിത്തിളങ്ങുമ്പോൾ അവർക്ക് പിറകിലിരുന്ന് നമ്മളാരും കാണാതെ അവർക്ക് മനോഹരമായ ശബ്ദം നൽകുന്നത് ഇവരിൽ ആരെങ്കിലുമൊക്കെ ആയിരുന്നുവെന്ന് നമ്മൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. അവരെക്കുറിച്ചാണ്, ഒരുപക്ഷെ നാം കാണാത്ത രൂപങ്ങളെക്കുറിച്ച് ശബ്ദം മാത്രം കേട്ട് പരിചയമുള്ള ഇവരുടെ രൂപങ്ങളാണ് ഇവിടെയുള്ളത്. അവരെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ശബ്ദ വിസ്മയത്തിൻ്റെ ഈ രൂപങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് എത്തിയിരിക്കുന്നത്. ഭാവചിത്രയുടെ ഉടമയും പ്രമുഖ പ്രൊഡ്യൂസറുമായ ശ്രീ ജയകുമാർ, ഫെഫ്ക ഡബ്ബിംഗ് യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ ജോസഫ് ഗാൻസിസ്, പ്രമുഖ നടനും ഗായകനും ഒപ്പം തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീ കൃഷ്ണചന്ദ്രൻ, ഡാഫ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അമ്പിളി, ഫെഫ്ക ഡബ്ബിംഗ് യൂണിയൻ്റെ ട്രഷറർ ദേവി, ഫെഫ്കയുടെ ഡബ്ബിംഗ് യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ ശോഭി തിലകൻ, ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് തിരിയാം. കലാകാരന്മാരുടെ തൊഴിൽ എന്നുള്ള നിലയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ നിർവഹിക്കുന്നത് ഏറ്റവും ഗംഭീരവും മഹനീയവുമായിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് ഭാവപ്രകടനം നടത്തുന്ന ഒരു അഭിനേതാവിന് ഒരുപക്ഷെ ആ ഭാവഹാവാദികളെല്ലാം ശബ്ദത്തിലൂടെ സ്വരൂപിക്കാൻ സാധിച്ചുവെന്ന് വരില്ല. എന്നാൽ ആരുടേതാണ് ഈ ശബ്ദമെന്നറിയാതെ ആ ശബ്ദം നായക നടനോടോ അല്ലെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രത്തോടോ അല്ലെങ്കിൽ ഒരു സഹനടനോടോ ചേർന്ന് നിൽക്കുമ്പോൾ വരുന്ന പൂർണ്ണതയുണ്ടല്ലോ, ആ പൂർണ്ണതയാണ് ഒരു സിനിമയെ പരമമായ വിജയത്തിലെത്തിക്കുന്നത്. തിയേറ്റർ ഇഫക്റ്റ് ഇത്രത്തോളം ഉണ്ടാക്കുവാൻ മറ്റ് സാങ്കേതിക വിദഗ്ധരെക്കാളും മുന്നിട്ട് നിൽക്കുന്നത് പലപ്പോഴും ശബ്ദം നൽകുന്ന കലാകാരന്മാരും കലാകാരികളുമാണ് എന്നുള്ളത് കേരളീയർക്ക് പ്രത്യേകം പരിചിതമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരിക്കുക എന്നുള്ളത് ഒന്നാന്തരം കലാകാരനായിരിക്കുക, ഒന്നാന്തരം കലാകാരിയായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം കൊടുത്തൊരു കഴിവാണ്. അവർ ഈ ഓരോ നമ്മൾ സിനിമയിലായാലും മറ്റ് ഭാഗങ്ങളിലായാലും അവർ ഈ ശബ്ദം നകൽ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഒരു വരമാണ് അവർക്ക്. നമുക്കറിയാം, പലരും ശബ്ദം കേട്ടാൽ നമ്മൾ ഓടിപ്പോവും, ചില ആൾക്കാരുടെ ശബ്ദം കേട്ടാൽ നമ്മൾ തിരിഞ്ഞിരിക്കും. അതൊരു വലിയൊരു കല തന്നെ. അതിനുവേണ്ടി അവർ ഒരുപാട് ഡെഡിക്കേറ്റഡുമാണ് ഈ ശബ്ദം സൂക്ഷിക്കുന്നതിനും എല്ലാം വേണ്ടി. അത് നമുക്ക് ഒരുപാട് തവണ ബോധ്യപ്പെട്ടുള്ളത്. എനിക്ക് ഈ സൗണ്ട് വെച്ച് ജീവിക്കണവരെ കാണുമ്പോൾ നല്ലൊരു കാര്യം തന്നെ. കാരണം നമുക്കൊന്നും എല്ലാവർക്കും ആ കഴിവൊന്നും കിട്ടില്ല. അപ്പോഴത്തേക്കും എനിക്കും ആഗ്രഹമുണ്ട് റേഡിയോ ജോക്കിലൊക്കെ പോകണമെന്ന്. പക്ഷേ അതൊക്കെ അത്ര സ്ഫുടനായിട്ടൊന്നും സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, നമുക്ക് തന്നിട്ടില്ല. ഇടക്കാലങ്ങളിൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി അംഗീകാരം ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ശരിക്കും അംഗീകാരം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഫൈറ്റ് ചെയ്ത് വാങ്ങിയതാണ്. ഈ അംഗീകാരം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വാങ്ങിയത്. സിനിമയിലും സീരിയലിലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭാഗമാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ വലുതാണ്. ഈ ദൃശ്യ മാധ്യമങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കാരണം ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു പുതിയ ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പഴയ ആർട്ടിസ്റ്റ് ആയിരിക്കും, കാണാൻ ഭംഗിയുണ്ട്, അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ ശബ്ദം വരുമ്പോൾ ഒരു പക്ഷേങ്കിൽ അത്ര ആസ്വാദികരമായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സിനും ശബ്ദം കൊടുത്ത് അതിനെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടേഴ്സിന് അതിൻ്റെ ഡെപ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിരുന്നില്ല ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവർക്ക് പരിഗണനയുണ്ട്, അവർക്ക് നല്ല വേതനം കിട്ടുന്നുണ്ട്, അവർക്ക് സംഘടനയുണ്ട്. അപ്പോൾ പൊതുവേ എൻ്റെ അഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. കൃഷ്ണേന്ദ്രനിൽ തുടങ്ങാം. താങ്കൾ ഒരേ സമയം നടനാണ്, ഗായകനാണ്, ഒപ്പം തന്നെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ്. നടനാവുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ ശബ്ദം തന്നെയായിരിക്കും
നടനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്. സാറിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിർബന്ധമില്ല. അതെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഭരതേട്ടനും പത്മരാജനും ആദ്യത്തെ പടത്തിൽ തന്നെ രതിനിർവയത്തിൽ എൻ്റെ സ്വന്തം വോയിസാണ് ഉപയോഗിച്ചത്. അത് കാരണം ആദ്യത്തെ പടം തന്നെ എനിക്ക് ഡബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി എനിക്ക്. പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളത് വളരെ യാദൃശ്ചികമായിട്ട് നടന്നൊരു സംഭവമാണ്. കാരണം വേറൊരാൾക്ക് വേണ്ടി ശബ്ദം കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഐഡിയ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അതിനും എൻ്റെ 2 ഗുരുക്കന്മാരാണ്, എൻ്റെ 3 ഗുരുക്കന്മാരാണ് കാരണം. എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന പത്മനാഭൻ സാറ്, ഭരതേട്ടൻ, IV ശശി, ഈ 3 പേരും. കാരണം എനിക്ക് ആദ്യമായിട്ട് പാട്ട് തന്നത് ശശിയേട്ടനാണ്. ആദ്യമായിട്ട് എന്നെ അഭിനയിപ്പിച്ചത് ഭരതേട്ടനാണ്. ആദ്യമായിട്ട് ഞാൻ രംഗത്ത് വരാൻ കാരണക്കാരൻ പ്രശസ്തനായ പത്മനാഭൻ സാറാണ്. അപ്പോൾ ഈ പത്മനാഭൻ സാറും ശശിയേട്ടനും കൂടിയുള്ള കോമ്പിനേഷൻ കാണാൻ മറയത്തെന്നുള്ള സിനിമ റഹ്മാൻ്റെ 2ാമത്തെ 3ാമത്തെ മറ്റേ പടമാണ്. അതിന് അദ്ദേഹത്തിന് വോയിസ് കൊടുക്കാൻ ആരെങ്കിലും വേണമെന്നുള്ള അപ്പോഴാണ് അവരുടെ ഒരു ഐഡിയ, നമുക്ക് കൃഷ്ണേന്ദ്രനെ വെച്ച് ട്രൈ ചെയ്താലോ എന്നുള്ളത്. അല്ലാതെ ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവണം വേറൊരാളുടെ. അപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നിയത് ഒരു ശരീരത്തിൽ കൂടെ നമ്മുടെ ശബ്ദം കേട്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള സംഭവമാണല്ലോ. ശരി, എന്തോ ചെയ്തു നോക്കാം. അത് നമ്മുടെ ഒരു മെയിൻ പ്രൊഫഷനായിട്ട് അത് ഫ്യൂച്ചറിൽ മാറുമെന്നൊന്നും എനിക്ക് അതാണ് സംഭവിച്ചത്. പിന്നെ ആ സമയത്ത് റഹ്മാന് ഇഷ്ടം പോലെ പടങ്ങൾ കിട്ടി. അപ്പോൾ ആ റഹ്മാൻ വോയിസ് കൊടുത്ത ആളാരാണെന്ന് അന്വേഷിക്കലും അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് റഹ്മാൻ്റെ വോയിസായി. വിനീതിൻ്റെ ശബ്ദമായിട്ട് മാറി നഖക്ഷതങ്ങൾ വന്നതോടുകൂടി. അങ്ങനെ ആ 2 പേർക്കുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ അറിഞ്ഞിട്ടുള്ളത് താങ്കൾ റഹ്മാന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. റഹ്മാന്റെ ശബ്ദം പണ്ട് വളരെ സോബറായിരുന്നു. പിന്നീട് ബ്ലാക്ക് എന്ന സിനിമയിൽ വന്നപ്പോൾ ഭയങ്കര ഹാർഡായി. അത് ശോഭിയാണ് ചെയ്തത്. അല്ല, അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ നിങ്ങൾ 2 പേരും 2 ശബ്ദത്തിന്റെ ആൾക്കാരാണ്. താങ്കൾ വളരെ സോബർ ടോണാണ്. അതെ അതെ. ശോഭി ഭയങ്കര ഒരു വില്ലൻ കഥാപാത്രങ്ങളൊക്കെ. അതെ, കാരണം അന്ന് റഹ്മാൻ കൊച്ചു പയ്യനായിരുന്നു. പിന്നെ റഹ്മാൻ മെച്ചോർഡ് ആയപ്പോൾ ശോഭിയുടെ വോയിസാണ് കുറെ കൂടി. ശോഭി എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? അല്ല, അത് റഹ്മാനെ സംബന്ധിച്ച് റഹ്മാൻ കുറേ നാളുകളുടെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും മലയാള സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ആ മലയാള സിനിമയിലേക്ക് വന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കൃഷ്ണേട്ടൻ്റെ വോയിസ് വേണ്ട, എൻ്റെ വോയിസ് വേണം എന്ന് തീരുമാനിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് ശരിക്കും ആ ഒരു പടത്തിൽ, ബ്ലാക്ക് എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ വോയിസ് നന്നായിട്ട് മാച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരുപാട് പടങ്ങളിൽ റഹ്മാന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പടത്തിൽ എന്നെ റെക്കമെൻഡ് ചെയ്ത് കൃഷ്ണേട്ടനാണെന്ന് തോന്നുന്നു. അല്ല, ഒന്നാമത്തെ കാര്യം, ഞാൻ മഹാസമുദ്രം എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഞാൻ പിന്നെ ഡബ് ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും അവസാനം ഡബ് ചെയ്തത് റഹ്മാന് വേണ്ടിയിട്ടാണ്, മഹാസമുദ്രത്തിന് വേണ്ടി. അപ്പോൾ എനിക്ക് ഒരു 2 വർഷം എനിക്ക് ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഉള്ള ഡബ്ബിങ് മുഴുവൻ എന്നെ ഒന്ന് ഒഴിവാക്കി വിടണമെന്നൊക്കെ വളരെ താണുകയാണ് അപേക്ഷിക്കുന്ന ഒരു സമയമായിരുന്നു പല ഡയറക്ടേഴ്സിൻ്റെ. അപ്പോൾ ശോഭി നന്നായിട്ട് ഡബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് ശോഭിയെ സജസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് മടി കാണിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. കാരണം നല്ലൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതിൽ എന്താ ഉള്ളത്. അപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളൊരുമിച്ച് കൃഷ്ണേന്ദ്രൻ താങ്കൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഒത്തിരി പടങ്ങളിൽ. മോനിഷയ്ക്ക് ചെയ്തിരുന്ന സമയത്ത് മോനിഷ വിനീത് കോമ്പിനേഷനിലുള്ള ഒട്ടുമുക്കാൽ നക്ഷതങ്ങള്, കമലദളം. പിന്നെ അത് അന്നൊക്കെ നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഈ ലൂപ്പ് സിസ്റ്റം, മറ്റേ ഇപ്പോഴത്തെ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം. അപ്പം ഡയലോഗ് കാണാപ്പാടം പഠിച്ച് രണ്ടുപേരും കോമ്പിനേഷൻ 2 മൈക്കിൽ നിന്ന് ഡബ് ചെയ്യുന്ന ഒരു ഒറ്റയ്ക്കല്ലേ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ അമ്പിളി ചെയ്യുന്ന സമയം ഏതാണെന്ന് നമുക്ക് അറിയ പോലും ഇല്ല. നമ്മൾ പോയിട്ട് നമ്മുടെ പോർഷൻ ചെയ്യും, ഇവർ പോയിട്ട് ഇവരുടെ പോർഷൻ ചെയ്യും, പിന്നെ മിക്സ് ചെയ്യാണ്. അന്ന് നമ്മളെല്ലാരും കൂടി നിന്ന് ചെയ്തിരുന്ന ആ ഒരു കാലമാണ് ഈ കാലമാണ് നല്ലത്. ഞങ്ങൾക്ക് ആ കാലം തന്നെയാണ്. കുറച്ചൊരു സൗഹൃദത്തിന്റെ പരസ്പര ബന്ധങ്ങളുണ്ടായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മൾ അതാണ് നല്ലതെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളർച്ചയില്ലാകുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെയല്ല, പക്ഷെ എങ്കിലും അതിനൊരു പ്രത്യേക സുഖമുണ്ട് അത് ആലോചിക്കുമ്പോൾ. ഇപ്പൊ പരസ്പരം ആരും തമ്മിൽ കാണാറുമില്ല, അറിയാറില്ല. അതെ അതെ, ആരൊക്കെ പുതിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അമ്പിളി വളരെ ഇത് ചെയ്തിട്ടുള്ള മോനിഷയുടെ ശബ്ദമാണെന്ന്. അതെ, മോനിഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 99% ഞാൻ തന്നെയാണ്. മോനിഷ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ദുഃഖമായിരുന്നു. അതെ, സത്യത്തിൽ മോനിഷയ്ക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ ഉർവശി അവാർഡ് കിട്ടുന്നത് അതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ ശബ്ദത്തിലൂടെ അവർക്കൊരു, അന്നൊന്നും ഈ അവാർഡ് എന്ന് പറഞ്ഞത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ പരിഗണിക്കുന്ന ഒരു കാലമല്ലായിരുന്നു. അപ്പോൾ പോലും പക്ഷെ അത് നല്ലൊരു എൻ്റെ ശബ്ദത്തിന് ഉചിതമായ അല്ലെങ്കിൽ ചേരുന്ന ഒരു മുഖമായിരുന്നു മോനിഷയുടെ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇപ്പോഴും എനിക്ക് അതുപോലെ അത്രയും മാച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഹരിഹരൻ സാറിനോട് കാര്യം സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആർട്ടിസ്റ്റ് നഷ്ടപ്പെട്ടത് എനിക്ക് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. ജോസഫ് സാറിന് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ ഈ വേദിയിൽ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് വേണ്ടി സംസാരിക്കാനിരിക്കുന്നത്. ഞാൻ ഈ രംഗത്ത് വരുന്നത് ആർട്ടിസ്റ്റായിട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ സീരിയലായ വൈതരണിയിൽ ആദവ് അയ്യൂബാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രൂപാണി ചേട്ടൻ്റെ GK അനിയൻ പിള്ള എന്ന് പറഞ്ഞ പുള്ളി എടുത്ത സീരിയൽ. അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. പിന്നെ അതിനെ തുടർന്നൊരു ആദ്യകാലത്തെ 13 എപ്പിസോഡിനകത്തൊരു 10-12 സീരിയലിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ ഞാനന്ന് അതർവൈസ് എംപ്ലോയിഡ് ആയിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് ഈ രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് ഒരിത്തിരി ഫുൾ ടൈം പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല സീരിയൽ പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടമാണ്, അത് എങ്ങനെ പോയി അവസാനിക്കുമെന്നൊരു വിഷൻ നമുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡബ്ബിങ്ങിലേക്ക് തിരിഞ്ഞത്. അഭിനയം നിർത്തി, കാരണം അഭിനയത്തിൻ്റെ പുറകെ പോയാൽ ഓഫീസും ഇതും കൂടെ ക്ലാഷാവും. ഡബ്ബിങ് വന്നപ്പോൾ എൻ്റെ ഗുരുവും എൻ്റെ തറവാടും വെയ്റ്റ് ട്രാക്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോ, CR ചന്ദ്രൻ എന്ന് പറയുന്ന